എന്തോ ഒരു ചെറിയ മാറ്റം വന്ന പോലെ അല്ലേ? നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു പരിഷ്കരണം വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് 2 ലൈറ്റ് വാങ്ങിച്ചു. വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു RGB ബാക്ക് ലൈറ്റ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു വാം ലൈറ്റും വാങ്ങിച്ചു. അത് രണ്ടും ഞാൻ കാണിക്കാം കേട്ടോ. ഒന്ന് ഇതാ സംഭവം. ഇതാണ് ഒരെണ്ണം. ഇത് നമ്മുടെ ഗോഡക്സിന്റെ ഒരു 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 ഇതാ RGB ലൈറ്റാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു 10,000 രൂപ ഉണ്ട്. കുറെ നാളായിട്ട് വാങ്ങിക്കണമെന്ന് കരുതി ആഗ്രഹിച്ചിരുന്നൊരു സംഭവം ഇത്. എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കളർ ഇങ്ങനെ മാറി മാറി വന്നപ്പോഴത്തേന് എനിക്കൊരു ആഗ്രഹം, എന്നാ ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന്. അപ്പൊ അങ്ങനെ നോക്കിയിരുന്ന് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചതാ. പിന്നെ ഒരു വാം ലൈറ്റ്, ഒരു ചെറുതാണ് അത്. ഇതാ, നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. അതിന്റെ ഒരു പുറയിൽ ഒരു ബാറ്ററി കൊണ്ട് അതുണ്ട്. അതും അഡീഷണൽ ആയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ ആ 2 സംഭവങ്ങളൊന്ന് വാങ്ങിച്ചു. ഇനി മുതൽ ഈ ഒരു സെറ്റപ്പിലായിരിക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇറങ്ങുന്നത്. കാണുന്നവർക്കൊരു രസമൊക്കെ വേണ്ടേ? അതിനു വേണ്ടിയിട്ട് കാഴ്ചക്കാരാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുമാത്രമല്ല, നമ്മൾ യൂട്യൂബിൽ ചാനലുണ്ടാക്കി യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേന് യൂട്യൂബിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അല്ലെ യൂട്യൂബിനെ എത്രത്തോളം നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്ന, ചാനൽ തുടങ്ങുന്ന എല്ലാവരും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പബ്ലിസിറ്റി, 2 ഇൻകം. ഈ 2 കാര്യങ്ങളാണ്. മൂന്നാമത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് ചെയ്യണം. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പബ്ലിസിറ്റിയും ഇൻകവും. അപ്പം നമുക്ക് പബ്ലിസിറ്റി വേണമെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ വന്നിരുന്നത് കാണണം. ഇൻകം കിട്ടണമെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ വന്നിരുന്ന് ഈ സാധനം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യണം. അപ്പം ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരുമായിട്ടുള്ള ഈ പ്രേക്ഷകരെ, നിങ്ങളിത് കാണണമെങ്കിൽ നിങ്ങൾക്കിത് കാണാൻ ഒരു രസം കൂടെ വേണ്ടേ? അതിനും കൂടെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ ചെയ്ത്. സംഭവം എങ്ങനെയുണ്ട്? ഒരു മെനയൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പം വലിയ പൈസ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു രീതിയിൽ 2 കാര്യങ്ങൾ ചെയ്തത്. പിന്നെ അത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ആ വളരെ അഡീഷണൽ ആയിട്ടാണ് ആ വാം ലൈറ്റിന്റെ വാങ്ങിക്കുന്നതിന് സെപ്പറേറ്റ് പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും കൂടെ, ഒരു ട്രൈപ്പോഡും കൂടെ നമ്മൾ വാങ്ങിച്ചു. അല്ല, ആ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി. ഈ ട്രൈപ്പോഡ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇത് ഞാനിവിടെ ഒരു റിംഗ് ലൈറ്റ് ഇതായതുകൊണ്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് 2000 രൂപയോളം വില വരുന്നതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു. ഇതിന്റെ ഈ ഒരു ഭാഗം ഇതുണ്ട്, അത്ര ഫിറ്റ് അല്ല, ഇതുണ്ട്. അതുപോലെ തന്നെ ഇത് പൊട്ടിപ്പോവുകയും ചെയ്തായിരുന്നു. ഇതുണ്ടോ, ഇതിങ്ങനെ പൊട്ടിയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ടൈറ്റ് ആക്കി. ഇപ്പൊ പൂർത്തിയായി. ഇത് ടൈറ്റ് ആക്കി വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഈ ഒരു റിംഗ് ലൈറ്റും അതുകൊണ്ടൊരു ചെറിയൊരു അൺകംഫോർട്ടൻസ് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് മാറ്റിയേക്കാം എന്ന് വിചാരിച്ചത്. അപ്പൊ അതിന് കംപ്ലൈന്റ് ഒന്നുമില്ല, ഇതിപ്പോഴും വർക്ക് ആവുന്നുണ്ട്, ഒരു വിഷയമില്ല. പിന്നെ ഇത്രയും കളർഫുൾ അല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ വാങ്ങിച്ചു. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഈ 2 കാര്യങ്ങൾ, 2നും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ വാങ്ങിച്ച്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ഒന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യസമയം തന്നെ എത്തുന്നതായിരിക്കും. ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്ന് തോന്നുന്നവരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് നിങ്ങൾ ഇടാൻ മറക്കരുത്. കമൻറ്റ് ഇടാം, അതുപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യണം. അപ്പം ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴത്തേന് ഫോർ ദ പീപ്പിൾ എന്ന പേരിലായിരുന്നു. പിന്നെ അത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജിൻ്റെ പേര് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നീട് ഫോർ ദ പീപ്പിൾ മാറ്റിയിട്ട് ഞാനത് ജസ്റ്റിൻ പുതുശ്ശേരി എന്ന എൻ്റെ പേരിൽ തന്നെ ആക്കി. ഇൻസ്റ്റഗ്രാമിലും ഫോർ ദ പീപ്പിൾ എന്ന യൂസർ നെയിമിലും
ജസ്റ്റിൻ പുതുശ്ശേരി എന്ന എൻ്റെ പേരിലാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പേരൊന്ന് ടോട്ടലി ഒന്ന് ചേഞ്ച് ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്ന് ഞാൻ ആലോചിച്ച് എന്ത് പേരിടണം. നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയവും സോഷ്യലി ഉള്ള കാര്യങ്ങളാണ്, പബ്ലിക്കലി ഉള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കണം, നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവെക്കണം എന്നൊരു താല്പര്യമാണ് നമുക്കുള്ളത്. അപ്പം അതിനകത്ത് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് കമന്റ് ആയിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മൾ അതുമായിട്ടൊരു ചർച്ച ഇടുന്ന എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാനൊക്കെയാണ് നമ്മുടെ ഒരു താല്പര്യം. അപ്പം ഇപ്പം നിലവിൽ എൻ്റെ യൂട്യൂബിൻ്റെ പേരും അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരും കൂടെ ശ്രദ്ധിക്കണം. എൻ്റെ യൂട്യൂബിലും എനിക്ക് എല്ലാം ഇപ്പം സെയിം പേരിൽ തന്നെയാണ്, പബ്ലിക് സ്പീക്കർ ജസ്റ്റിൻ പുതുശ്ശേരി എന്ന പേരിലാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം പുതിയ പേജുണ്ട്. ഏകദേശം ഒരു 230ഓളം ഫോളോവേഴ്സ് പുതിയതായിട്ടുള്ള എൻ്റെ ആ ഇൻസ്റ്റഗ്രാം പബ്ലിക് സ്പീക്കർ ജസ്റ്റിൻ പുതുശ്ശേരി എന്ന പേരിലുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. പിന്നെ മറ്റേ ജസ്റ്റിൻ പുതുശ്ശേരി എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് പക്ക പൊളിറ്റിക്സും കാര്യങ്ങളും അല്ലെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ പബ്ലിക് സ്പീക്കർ എന്ന ഈ ഒരു പേജ് കൂടിയാണ്. അതുപോലെ ആ ചാനൽ, ഈ യൂട്യൂബ് ചാനൽ കൂടിയാണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ യൂട്യൂബിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ചാനലിലും ഉണ്ടായിരിക്കണം. പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ജസ്റ്റിൻ പുതുശ്ശേരി എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ നിരന്തരമായിട്ട് ഞാൻ എടുക്കുന്ന എല്ലാ കണ്ടന്റുകളും അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി. തുടർന്ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലാണെങ്കിലും എൻ്റെ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബിൽ, ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ യൂട്യൂബിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഇടപെടേണ്ടത്, ഞാൻ സംസാരിച്ച എഫക്റ്റീവ് ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയും ഞാൻ ഇടപെടുന്നതായിരിക്കും. എൻ്റെ യൂട്യൂബിൽ ഏകദേശം 9260 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിലവിൽ. അത്രയും പേരും എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എൻ്റെ എന്താ പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നവരാണ് എൻ്റെ പേജ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇനി ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ പോലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ജനകീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പബ്ലിക്കിനുമായി ബാധിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാനാണ് നമ്മുടെ ഒരു തീരുമാനം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും വികസന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, സാമൂഹികമായിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ, രോഗാവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യങ്ങൾ, എനിക്ക് വരാൻ പറ്റുന്നിടത്തൊക്കെയും ഞാൻ വരും. വരാൻ പറ്റാത്ത സാഹചര്യമുള്ള ദൂരക്കൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് എനിക്കൊരു വീഡിയോ ഇട്ട് തന്നാൽ മതി. അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഞാൻ അതേപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രിയങ്കരായിട്ടുള്ള എൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും, എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനും, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെ ഫോളോവേഴ്സിനും, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും എന്നെ ഫോളോ ചെയ്യുക. പബ്ലിക് സ്പീക്കർ ജസ്റ്റിൻ പുതുശ്ശേരി.